ആദ്യ ഭാര്യ. രചന ഷൈനി. കാലം തെറ്റി പെയ്ത അതിഘോര മഴയിൽ നനഞ്ഞു കുതിർന്ന് വേഗത്തിൽ നടന്നു പോകുന്ന പെണ്ണുടൽ അയാളിൽ യാതൊരു വികാരവും ഉണ്ടാക്കിയില്ല. ഗർഭിണിയായ ഭാര്യ വീട്ടിൽ തനിച്ചാണെന്നുള്ള ആധിയോടെ അയാൾ കഴിയുന്നത്ര വേഗത്തിൽ ബൈക്ക് ഓടിച്ച് പോവുകയായിരുന്നു. കഠിനമായ ഇടിമുഴക്കങ്ങളും വളഞ്ഞു പുളഞ്ഞ മിന്നലുകളും തൻ്റെ ഭാര്യയെ എത്രമാത്രം ഭയപ്പെടുത്തുമെന്ന് അയാൾ ചിന്തിച്ചു. പണ്ടേ പേടിത്തുണ്ടിയാണ് അവൾ. മാത്രമല്ല, ഈ നാടും പ്രകൃതിയൊന്നും അവൾക്കും തനിക്കും വലിയ പരിചയവുമില്ല. ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടി വന്നിട്ട് 1 മാസം ആവുന്നതേയുള്ളൂ. മഴയിൽ കുതിർന്ന് നടക്കുന്ന സ്ത്രീയെ കടന്ന് അയാൾ മുന്നോട്ട് പോയി. കുറച്ചു ദൂരം കടന്നുപോയി കഴിഞ്ഞാണ് ഈ സന്ധ്യാസമയത്ത് ഈ വിജനമായ വഴിയിൽ ഒരു യുവതി ഒറ്റപ്പെട്ടു പോയാലുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് അയാൾ ചിന്തിക്കുന്നു. ഒരുപക്ഷെ നാളെ പത്രത്താളുകളിൽ ആരൊക്കെയോ പിച്ച് ചീന്തിയെറിഞ്ഞ ഒരു വാർത്തയായേക്കാം അവൾ. ആ ചിന്തക്കുടവിൽ ബൈക്ക് നിർത്തി അവൾ അടുത്തു വരാൻ അയാൾ കാത്തുനിന്നു. മഴയിരമ്പത്തിലും അവളുടെ ഉടലിൽ നനഞ്ഞൊട്ടിയ സാരിയുടെ കരകര ശബ്ദമറിഞ്ഞു. നന്നേ ഭയന്നുപോയ ആ പെണ്ണ് തന്നെ ശ്രദ്ധിക്കാത്ത മട്ടിൽ കടന്നു പോകാൻ ശ്രമിക്കുമ്പോൾ അയാൾ പിന്നിൽ നിന്ന് വിളിച്ചു, പെങ്ങളെ, വിരോധത്തിൽ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കാം, പേടിക്കണ്ട, വിശ്വസിക്കാം. ശബ്ദത്തിലെ മാന്യത തിരിച്ചറിഞ്ഞുകൊണ്ടാവാം അവൾ തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് താൻ അവളെ സംബോധന ചെയ്ത പെങ്ങളെ എന്ന വാക്കിൻ്റെ നിരർത്ഥകത അയാൾ മനസ്സിലാക്കിയത്. അതവളായിരുന്നു, അഭിരാമി, അയാളുടെ ആദ്യ ഭാര്യ. ഏറെക്കാലത്തിന് ശേഷം അയാൾ ഇപ്പോൾ വിടർന്ന പാരിജാതപ്പൂ പോലെ വെണ്മയും നിഷ്കളങ്കതയുമുള്ള ആ മുഖം കണ്ടു. വല്ലാത്തൊരു കുട്ടിത്തമായിരുന്നു അവൾക്ക് പണ്ടും. വിവാഹരാത്രിയിൽ ഒരു ബാലികയെ അനുസ്മരിപ്പിക്കുന്ന ആ മുഖം പിടിച്ചുയർത്തി തിളച്ചുപൊന്തിയ കൗതുകത്തോടെ അയാൾ ചോദിച്ചിരുന്നു, നിനക്കെത്ര വയസ്സായി? 12ഓ 13ഓ? 18 എന്ന് പറഞ്ഞ് അവൾ ശബ്ദമുണ്ടാക്കാതെ ചിരിക്കുകയായിരുന്നു. ജാതകദോഷം കൊണ്ടാണത്രേ അവളുടെ അച്ഛൻ 18 ആയപ്പോഴേക്കും അവളുടെ വിവാഹം നടത്തിയത്. അബി എന്ന് വിളിക്കുമ്പോൾ സ്വർണ്ണക്കൊലുസുകൾ കിളിക്ക് അവൾ ഓടി വരുമായിരുന്നു. ഹെൽമെറ്റിനകത്ത് അയാളുടെ മുഖം അവൾക്ക് മനസ്സിലായില്ല. അത് തിരിച്ചറിഞ്ഞ് അയാൾ അത് ഊരിയെടുത്തപ്പോൾ അഭിരാമി അന്തം വിട്ട് നിന്നു. അരുണേട്ടൻ? അയാളിങ്ങനെ ഇവിടെ എത്തിയെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവളും ആ നാട്ടിൽ താരതമ്യേന പുതുമുഖമായിരുന്നു. പുനർവിവാഹിതയായിട്ട് ഇവിടെ എത്തിയിട്ട് 8 മാസം ആവുന്നതേയുള്ളൂ. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവൾ അരുണേട്ടൻ്റെ വീട്ടിൽ ഇറയത്തിരുന്ന് ചാറ്റൽ മഴ നനഞ്ഞത് ഓർമ്മിച്ചു. അയാളുടെ നെഞ്ചിലേക്ക് ചാരിക്കിടന്നാണ് അവൾ മഴ മുഴുവനും നനഞ്ഞത്. അവളുടെ ഇളമഞ്ഞ സാരിയാകെ മഴത്തുള്ളികൾ വീണ് സുതാര്യമായിരുന്നു. താടിത്തുമ്പിൽ നിന്ന് കഴുത്തിടുക്കിലേക്ക് നൂണ്ടുപോകുന്ന അയാളുടെ ചുംബനങ്ങളും കണ്ണുകളിലെ കാമനയും അവൾ മഴപ്പാളികൾക്കപ്പുറത്ത് നിന്നു വീണ്ടും സങ്കല്പിച്ചു. അവൾക്ക് വല്ലായ്മ തോന്നി. അയാൾ ബൈക്കുരുട്ടി അവിടെ അടുത്തേക്ക് കൊണ്ടു നിർത്തി. അടുത്താണോ വീട്? അവൾ തലകുലുക്കി നിന്നു. വേഗം പറയൂ, വല്ലാൻ നനയുന്നു, ഒരു മഴക്കൂട്ട് പോലുമില്ല. അയാൾ ധൃതിപ്പെട്ടു. 1 മൈൽ കൂടിയുണ്ട്, അവൾ പറഞ്ഞു. കള്ളിയാട്ട് പോയി വരിക, അല്പം താമസിച്ചു പോയി. ഇവിടെ വന്നിറങ്ങി വല്ലാത്ത മഴ. കള്ളിയാട്ട് അവളുടെ വീടാണ്. ഒരിക്കൽ അയാൾ അവിടുത്തെ മരുമകനായിരുന്നു, ഇപ്പോൾ അന്യനും. തനിച്ചെന്താ പോന്ന്? നിന്റെ ആളുകൂടെ ഇല്ലേ? മഴത്തുള്ളികൾക്കൊപ്പം അവളുടെ നെറ്റിലാകെ ഒലിച്ചു പടർന്ന സിന്ദൂരത്തരികളിലേക്ക് നോക്കി അയാൾ ചോദിച്ചു. അവളുടെ നെറുകിൽ അവൾ മറ്റൊരാൾക്ക് വേണ്ടി തൊട്ട സിന്ദൂരം അയാളുടെ ഹൃദയം വേദനിപ്പിച്ചു. ആ കാഴ്ചയിൽ ഉറഞ്ഞ നോവ് മനസ്സിൽ രക്തക്കറ പോലെ പടർന്നു. അതുകൊണ്ട് അവൾ മറുപടി പറഞ്ഞ അയാൾ കേട്ടില്ല. അയാൾ ഓർക്കുകയായിരുന്നു, ആൾക്കൂട്ടത്തെ സാക്ഷിയാക്കി അവളുടെ സീമന്തരേഖയിൽ ഒരു നുള്ള സിന്ദൂരം തൊട്ടത്. നീ എൻ്റേതാണെന്ന് അവളുടെ കണ്ണുകളിലേക്ക് നോട്ടമാഴ്ത്തി പറയാതെ പറഞ്ഞത്. കൈ ഉയർത്തി അവൾ ഹാരം തൻ്റെ കഴുത്തിൽ അണിയിക്കുമ്പോൾ ചുവന്ന പട്ടിനിടയിലൂടെ അവളുടെ നിലാവ് പോലെയുള്ള അണിവർ ആദ്യമായി കണ്ടത്. അപ്പോൾ ഉടലാകെ ഒരു തരിപ്പ് പിടിച്ചുകൊണ്ട് ഓടിപ്പോയത്. അവൾ മഴ നനഞ്ഞു തന്നെ നിൽക്കുകയായിരുന്നു. എന്തുകൊണ്ടോ അയാൾ ഓർത്തെടുത്ത അതേ അനുഭവങ്ങൾ തന്നെയായിരുന്നു അവളും ഓർത്തുകൊണ്ട് നിന്നത്. 7 മണി ആവുന്നതേയുള്ളൂ, പക്ഷേ 8 മണി രാത്രിയുടെ ഇരുളൽ. എന്തെങ്കിലും പറയാനായി അയാൾ പറഞ്ഞു. മഴ അപ്പോഴേക്കും നേർത്ത് ഇല്ലാതായി തുടങ്ങി. എന്നെ ഭയമില്ലെങ്കിൽ കറ എന്നയാൾ ഒരിക്കൽ കൂടി ക്ഷണിച്ചു. ഭയന്നും വിറച്ചും ഇരുവശവും കാടുപടലങ്ങളുള്ള ടാറിട്ട നാട്ടിട വഴിയിലൂടെ ഓടി വന്നുകൊണ്ടാവാം തടസ്സമൊന്നും പറയാതെ അവൾ കയറിയത്. കഴിയുന്നത്ര സ്പർശിക്കാതെ അകലമിട്ട് അവൾ ഇരുന്നു. അപ്പോൾ ആ നേർത്ത ഇരുട്ടിലും പഴയതുപോലെ അയാൾ റിയർ വ്യൂ മിററിലൂടെ അവളുടെ മുഖം കാണാൻ ശ്രമിച്ചു. വിവാഹത്തിൻ്റെ പിറ്റേന്നാണ് അയാൾ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിരുന്ന ബൈക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. പിൻസീറ്റിൽ അവളെയും ഇരുത്തി എഴുന്നള്ളത്ത് പോലൊരു ഡ്രൈവിംഗ്. ആ വാഹനത്തിൽ ആദ്യം അവൾ കയറണമെന്നായിരുന്നു ആഗ്രഹം. കണ്ണാടിയിൽ കണ്ട അവളുടെ മന്ദഹാസത്തിലേക്ക് ഉറ്റുനോക്കി. ഊട്ടിയിലേക്ക് എത്രയോ കിലോമീറ്റർ ആ ബൈക്കും ഓടിച്ചു പോയെന്ന് അയാൾ ഇപ്പോഴും അതിശയപ്പെടുകയായിരുന്നു. അവരുടെ ഹണിമൂൺ യാത്ര. അങ്ങനെ ഇരിക്കുമ്പോൾ എപ്പോഴോ അവളുടെ നനഞ്ഞ ശരീരത്തിൻ്റെ ചൂട് തൻ്റെ ശരീരവുമായി ഒന്ന് ഒട്ടിച്ചേർന്നു. ഒരു ഉൾത്തരിപ്പിൻ്റെ തരംഗങ്ങൾ വീണ്ടും അയാളിലൂടെ കടന്നുപോയി. ഓർമ്മയിൽ അവനപ്പോൾ തൂവെണ്മയുള്ള രാത്രി വസ്ത്രമണിഞ്ഞ് കിടക്കയിൽ അയാളിലേക്ക് ഉരുകി വീഴുകയായിരുന്നു. അവരുടെ ആദ്യ രാത്രി. കൈക്കുടന്നയിലൊരു കുമ്പിൾ അമ്പിളിക്കല പോലെ അവളുടെ മുഖം കോരിയെടുത്ത്
കണ്ണിമ വയ്ക്കാതെ നോക്കിയിരുന്നത് അയാൾ ഓർത്തു. ഒരിക്കലും ഒരിക്കലും പിരിയില്ലെന്നും മരണത്തിനല്ലാതെ വേർപെടുത്താനാവില്ലെന്നും ആവർത്തിച്ച് നേരം വെളുപ്പിച്ച മധുരതരമായ എത്രയോ രാത്രികൾ. പിന്നെ പിന്നെ അവർക്കിടയിൽ വളർന്ന് വലുതായ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളും കോടതി വരാന്തയിലെ മുഷിപ്പൻ കാത്തുനിൽപ്പുകളും വാക്കുകൾ കൊണ്ട് നൊന്തും നോവിച്ചും പൊരുതിയ കൗൺസിലിങ്ങുകളും അയാൾ ഓർത്തു. ദുർവാശികൾക്കും വഴക്കുകൾക്കും എരിവും പുളിവും പകർന്ന് രണ്ട് കുടുംബങ്ങളും അവർക്കൊപ്പം പങ്കുചേർന്നിരുന്നു. പിടിവാശികൾ മാത്രം ബാക്കിയാക്കിയ നരകമായിരുന്നു ജീവിതം. തമ്മിൽ ചേരാനാവാതെ മരവിപ്പുകൾ മാത്രം ബാക്കിയാക്കിയ വാക്കുകളും ശരീരങ്ങളുമായിരുന്നു അന്നൊക്കെ അവർ. യാദൃശ്ചികമായിട്ടായിരിക്കാം അവളും അത് തന്നെയായിരുന്നു ഓർത്തുകൊണ്ടിരുന്നത്. ഒപ്പുകൾ കൊണ്ട് താലിച്ചരടറുത്ത് ബദ്ധവൈരികളെപ്പോലെ അകന്നകന്ന് പോയത് അവർ ഓർമ്മിച്ചു. തെറ്റാരുടേതായിരുന്നു അയാൾക്കും തിരിച്ചറിയാനായില്ല. അവൾക്കും ഇപ്പോഴും ഈ പക്വതയിൽ ഇത്രയേറെ മധുരമായ ആ കഴിഞ്ഞ ദിനരാത്രങ്ങളെ കോർത്തു വെച്ചിരുന്നുവെങ്കിൽ തമ്മിലൊരിക്കലും അകലാൻ കഴിയില്ലായിരുന്നുവല്ലോ എന്ന് രണ്ടുപേരും ചിന്തിക്കുകയായിരുന്നു. ഇന്നലെ റൂമൊന്ന് അടുക്കി പെറുക്കി വെച്ചപ്പോൾ നിന്റെ ആ നീലക്കല്ല് മോതിരം കിട്ടി. നിറഞ്ഞു പെയ്ത മൗനത്തിനിടെ അയാൾ പറഞ്ഞു. എന്നിട്ടത് എന്ത് ചെയ്തുവെന്ന് എന്തോ ഒരു കുതിച്ചയാട്ടത്തോടെ അവളുടെ മനസ്സ് ചോദിച്ചു. മറുപടി കിട്ടാഞ്ഞിട്ടും അയാൾ പറഞ്ഞു. സാന്ദ്ര കാണാതെ ഞാൻ സൂക്ഷിച്ചു വെച്ചു. എന്തോ എനിക്ക് അങ്ങനെ ചെയ്യണം തോന്നി. എവിടെയാണ് നമുക്ക് നമ്മെ നഷ്ടപ്പെട്ടതെന്ന് അവളുടെ ഹൃദയം വിലപിച്ചുകൊണ്ടിരുന്നു. അയാളും അത് തന്നെ ചിന്തിച്ചു. വല്ലാതെ ആർദ്രയാകുമ്പോഴെല്ലാം അയാളുടെ പുറത്ത് മുഖാമർത്തി വെക്കുകയും ചുംബനങ്ങൾ കൊണ്ട് പൊതിയുകയും അതിനൊപ്പം ഇരുകൈകൾ കൊണ്ട് അയാൾ ആലിംഗനം ചെയ്യുകയുമായിരുന്നു അവളുടെ പതിവ്. എന്തുകൊണ്ടോ അത് ആവർത്തിക്കണമെന്ന് അവൾക്ക് തോന്നി. അയാൾക്കും. പക്ഷേ ഇരുവരും ആത്മനിയന്ത്രണത്തിൻ്റെ ചരലിൽ സ്വയം ബന്ധിച്ച്. അവൾ ചൂണ്ടിക്കാട്ടിയെടുത്ത് ബൈക്ക് നിർത്തുമ്പോൾ അയാൾ പറഞ്ഞു. എന്തൊരു വൈരുദ്ധ്യാത്മകത! വെട്ടിമുറിച്ചാൽ തീർത്തും മറ്റുപോകുന്ന ഭാര്യാഭർത്തൃബന്ധം മാത്രമാണ് അല്ലേ? അവൾ വെറുതെ ചിരിച്ചു.